രുദ്രഗീതം തുടരുന്നു. 33 മുതൽ 59 വരെയുള്ള 27 ശ്ലോകങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 60 മുതൽ 79 വരെയുള്ള 20 ശ്ലോകങ്ങളാണ് ഈ വീഡിയോയിൽ. 28ാമത്തെ ശ്ലോകം. എത്രേദം വ്യജ്യതേ വിശ്വം വിശ്വസ്മിന്നവബാധിയത് തൽത്വം ബ്രഹ്മപരം ജ്യോതിരാകാശമിവ വിസ്തൃതം. ഏതൊന്നിൽ ഈ കാണപ്പെടുന്നതായ ലോകം വിളങ്ങുന്നുവോ, ഈ ലോകത്തിൽ യാതൊന്ന് അന്തര്യാമിയായിട്ട് ശോഭിക്കുന്നുവോ, സ്വയമേവ പ്രകാശിച്ചും ആകാശം പോലെ ഉള്ളിലും പുറത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മം അങ്ങാകുന്നുവെന്ന് ഭക്തനായ മുനി ചിത്തരംഗത്തിൽ കാണുന്നു. 29ാമത്തെ ശ്ലോകം. യോ മായയേദം പുരുരൂപയാ സൃജത് ബിഭർത്തി ഭൂയക്ഷഭയത്യവിക്രിയഃ യദ്ഭേദബുദ്ധി സദിവാത്മദുസ്തയാ തമാത്മതന്ത്രം ഭഗവൻ പ്രദീമഹി. ഹേ ഭഗവൻ, നാനാരൂപങ്ങളായി പരിണമിക്കുവാൻ സമർത്ഥനായിരിക്കുന്ന ത്രിഗുണാത്മകമായ മായ കൊണ്ട് ആരാണോ ബ്രഹ്മാവതാദി സ്വരൂപനായിട്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും വിഷ്ണുവാദി സ്വരൂപനായിട്ട് രക്ഷിക്കുകയും രുദ്രാദി സ്വരൂപനായിട്ട് സംഹരിക്കുകയും ചെയ്യുന്നത്, ഈ സൃഷ്ടിയാദി വ്യാപാരങ്ങളാൽ യാതൊരു വികാരത്തെയും പ്രാപിക്കാതെ എന്നും സ്വതന്ത്രനായിരിക്കുന്ന ആ പരമപുരുഷൻ അങ്ങാണെന്ന് ഞങ്ങൾ അറിയുന്നു. 30ാമത്തെ ശ്ലോകം. ക്രിയാകലാപൈരിതമേവ യോഗിനഃ ശ്രദ്ധാന്വിതാ സാധു യജന്തി സിദ്ധയേ ഭൂതേന്ദ്രിയാന്തഃകരണോപലക്ഷിതം വേദേജ തന്ത്രേജ തയേവ കോവിദാഃ. പരമശ്രേയസ്സിനെ സാധിപ്പിക്കുന്നതായ ഭക്തിയെ ആശ്രയിച്ചിരിക്കുന്ന ഏതൊരു യോഗികൾ ഈ സ്വരൂപത്തെ തന്നെ ശ്രദ്ധായുക്തന്മാരായി സേവിക്കുന്നുവോ, അവർ തന്നെ വേദത്തിലും തന്ത്രത്തിലും പറഞ്ഞിരിക്കുന്ന സാരാംശത്തെ ധരിച്ചിരിക്കുന്ന തത്വജ്ഞന്മാർ. പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അന്തഃകരണവും അവയുടെ വ്യാപാരങ്ങളിൽ പ്രവർത്തിക്കുന്നത് പ്രേരകനായ അങ്ങയുടെ സാന്നിധ്യം നിമിത്തമാകയാൽ അങ്ങ് സർവത്ര നിറഞ്ഞിരിക്കുന്ന പരമചൈതന്യമാണെന്ന അനുമാനത്താൽ അവർ അങ്ങയെ നിരന്തരം സേവിക്കുന്നു. 31ാമത്തെ ശ്ലോകം. ത്വമേക ആദ്യ പുരുഷ സുപ്തശക്തിസ്തയാ രജഃസതത്വതമോ വിഭിദ്യതേ മഹാനഹം ഖം മരുദഗ്നിവാർധരാഃ സുരർഷയോ ഭൂതഗണായിതം യതഃ. ആദിയിൽ അങ്ങ് ഏകനായിരിക്കുന്ന പുരുഷൻ മാത്രമാണുള്ളത്. ലോകാകാരകമായി തീരുവാൻ സമർത്ഥയായ അങ്ങയുടെ ആ മായാശക്തിയാകട്ടെ അങ്ങയിൽ ലയിച്ചിരിക്കുന്നു. പിന്നെ ആ ശക്തിയിൽ അടങ്ങിയിരിക്കുന്ന രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങൾ വേർതിരിഞ്ഞ് ഒന്ന് മറ്റൊന്നിനെ അതിക്രമിക്കുന്നു. ഇതുനിമിത്തം ഈ കാണപ്പെടുന്ന ലോകത്തിൻ്റെ നിർമ്മാണത്തിന് ആദികാരണദ്രവ്യമായിരിക്കുന്ന മഹത്തത്വം, അഹങ്കാരതത്വം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന തത്വങ്ങളും ദേവന്മാർ, ഋഷികൾ, പ്രാണിവർഗങ്ങൾ എന്നീ സൃഷ്ടികളും അവയുടെ വാസസ്ഥാനമായിരിക്കുന്ന ഈ ലോകവും ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ അങ്ങ് ഏകൻ ഇതിനെയെല്ലാം സൃഷ്ടിക്കുന്നു. 32ാമത്തെ ശ്ലോകം. സൃഷ്ടം സ്വശക്തിയേദമനുപ്രവിഷ്ടശ്ചതുർവിധം പുരമാത്മാംശകേന അതോ വിദുസ്തം പുരുഷം സന്തമന്തർഭുങ്ക്തേ ഋഷികൈർമധുസാരകം യഃ. തൻ്റെ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട 4 വിധത്തിലിരിക്കുന്ന ശരീരങ്ങളിൽ ഭഗവാൻ ആത്മാംശത്താൽ ജീവനായിട്ടും അന്തര്യാമിയായിട്ടും പ്രവേശിച്ചിരിക്കുന്നു. അതിൽ ജീവൻ തേനീച്ചകൾ ശേഖരിച്ചുണ്ടാക്കുന്ന തേനെന്ന പോലെ തുച്ഛങ്ങളായും നിസ്സാരങ്ങളായുമിരിക്കുന്ന വിഷയസുഖങ്ങളാകുന്ന മുഖങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു. നിത്യാനന്ദ സ്വരൂപത്തിൽ അന്തർഭാഗത്ത് വിളങ്ങുന്ന അന്തര്യാമിയെ തത്വജ്ഞന്മാർ പരമപുരുഷനായിട്ട് അറിയുകയും ചെയ്യുന്നു. 33ാമത്തെ ശ്ലോകം. സയേഷ ലോകാനതിചണ്ഡവേഗോ വിഗർഷസി ത്വം ഖലു കാലയാനഃ ഭൂതാനി ഭൂതൈരനുമേയതത്വോ ഗനാവലിർവായുരിവാവിഷഹ്യഃ. ലോകങ്ങളെ സൃഷ്ടിച്ച് ജീവരൂപേണ അതിൽ വസിക്കുന്ന അങ്ങുതന്നെ ആരാലും തടുക്കാൻ കഴിയാത്ത ഗതിവേഗത്തോടുകൂടിയ കാലസ്വരൂപനായിട്ട് ലോകങ്ങളെയും ഭൂതങ്ങളെയും പ്രാണിവർഗങ്ങളെയും നശിപ്പിക്കുന്നു. മേഘങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്ത ശക്തിയോടുകൂടിയ ചണ്ഡമാരുതൻ മേഘനിരകളെ അടിച്ചു പറപ്പിക്കുന്നതുപോലെ അങ്ങ് സകലഭൂതങ്ങളെയും 4 ഭാഗത്തും ചലിപ്പിച്ച് നശിപ്പിക്കുന്നു. 34ാമത്തെ ശ്ലോകം.
പ്രമത്തമുച്ചൈരിതി കൃത്യചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്തഃ സഹസാ വിപദ്യസേ ഷുല്ലേലിഹാനോ ഹിരിവാകുമന്തകഃ. വിഷയങ്ങളിൽ അതികാംക്ഷയുള്ളവനും അത്യന്തം വർദ്ധിച്ചു വരുന്ന ലോഭത്തോടുകൂടിയവനും ഈ പ്രവൃത്തി ചെയ്താൽ ഈ സുഖം സിദ്ധിക്കും എന്നിങ്ങനെയുള്ള ചിന്തയിൽ മുങ്ങിക്കിടക്കുകയാൽ സർവത്തെയും സംഹരിക്കുന്ന കാലസ്വരൂപനായ അങ്ങയെ സ്മരിപ്പാൻ പോലും അവസരം ലഭിക്കാതെ ഏറ്റവും പ്രമത്തനുമായിരിക്കുന്നവനെ അവൻ്റെ കർമാവസാന ക്ഷണത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന അന്തകസ്വരൂപനായ അങ്ങ് ഭക്ഷണപദാർത്ഥങ്ങളെ ശേഖരിച്ചു വയ്ക്കുവാൻ ബദ്ധപ്പെട്ടുകൊണ്ട് മാളത്തിനുള്ളിലേക്ക് പാഞ്ഞുപോകുന്ന എലിയെ വിശന്നിരിക്കുന്ന സർപ്പം ആഹാരമാക്കുന്നതുപോലെ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് നശിപ്പിക്കുന്നു. 35 ശ്ലോകം. കസ്ത്വത്പദാബ്ജം വിജഹാതി പണ്ഡിതോ യസ്തേവമാനവ്യയമാനകേതനഃ വിശങ്കയാസ്മദ്ഗുരുരർച്ചതി സ്മയാ ദിനോപപത്തിം മനവശ്ചതുർദശ. ഹേ ഭഗവൻ, അങ്ങയെ ആദരിക്കാതിരിക്കുന്നവരെല്ലാവരും നാശത്തിന് അതീതന്മാരാണെന്നറിവുള്ള ഏതൊരു വിദ്വാൻ അങ്ങയുടെ പാദപത്മത്തെ സേവിക്കാതിരിക്കും? വിവേകമുള്ള ഏതൊരുവനും സേവിക്കും നിശ്ചയം. ഞങ്ങളുടെ ഗുരുവും നാശഭയം നിമിത്തം ആ പാദത്തെ സേവിച്ചു തന്നെ ഇരിക്കുന്നു. അനുഭവജ്ഞാനമില്ലെങ്കിലും 14 മനുക്കളും ആ പാതാരവിന്ദത്തെ ആരാധിച്ചു വരുന്നു. 36 ശ്ലോകം. അധത്വമസിനോ ബ്രഹ്മൻ പരമാത്മൻ വിഭശ്ചിതാം വിശ്വം രുദ്രഭയധ്വസ്തമകുതശ്ചിത് ഭയാഗതീഹി. അല്ലയോ പരമാത്മാവായിരിക്കുന്ന ബ്രഹ്മസ്വരൂപ, ഈ ലോകം കാലഭയത്താൽ നശിപ്പിക്കപ്പെടുന്നതാണെന്നറിയുന്ന ഞങ്ങൾ യാതൊരുവിധമായ ഭയവും ബാധിക്കാതിരിക്കാൻ തക്കവണ്ണം രക്ഷാസ്ഥാനമായ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. 37 ശ്ലോകം. ഇദം ജപതഭദ്രം വോ വിശുദ്ധാ നൃപനന്ദനാഃ സ്വധർമ്മമനുതിഷ്ഠന്തോ ഭഗവത്യർപ്പിതാശയാ. ഹേ രാജപുത്രന്മാരെ, രാഗാദി ദോഷരഹിതന്മാരായിട്ടും ശരീരരക്ഷാധികാര്യത്തെ അനുഷ്ഠിക്കുന്നവരും ഭഗവാനിൽ തന്നെ മനസ്സിനെ നിലനിർത്തിയും കൊണ്ട് ഈ സ്തോത്രത്തെ നിങ്ങൾ ജപിക്കുവിൻ, നിങ്ങൾക്ക് മംഗളം ഭവിക്കും. 38 ശ്ലോകം. തമേവമാത്മാനമാത്മസ്ഥം സർവഭൂതേഷ്വവസ്ഥിതം പൂജയധ്വം ഗൃണന്തശ്ച ധ്യായന്തശ്ച സകൃദ്ധരീം. തന്നിലും സർവചരാചരങ്ങളിലും ജീവാത്മാവായും സർവാന്തര്യാമിയായും വസിക്കുന്ന ആ ശ്രീഹരിയെക്കുറിച്ച് തന്നെ കീർത്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് നിരന്തരം പൂജിക്കുവിൻ. 39 ശ്ലോകം. യോഗാദേശമുപാസാദ്യ ധാരയന്തോ മുനിവ്രതാഃ സമാഹിതധിയഃ സർവ ഏതദഭ്യഃ സദാ ധൃതാഃ. യോഗാദേശം എന്ന സ്തോത്രത്തെ എന്നിൽ നിന്നും കേട്ട് മനസ്സിൽ ഉറപ്പിച്ചവരും മുനികളെപ്പോലെ ആഹാരാദി നിയമങ്ങളോടുകൂടിയവരും മനസ്സിനെ ചലിപ്പിക്കാതെ ഭഗവദ് രൂപത്തിൽ തന്നെ നിർത്തുന്നവരായിട്ട് നിങ്ങളെല്ലാവരും ഇതിനെ ആദരപൂർവം ആവർത്തിച്ചു ജപിക്കുവിൻ. 40 ശ്ലോകം. ഇദമാഹ പുരസ്മാകം ഭഗവാൻ വിശ്വസൃക്പതിഃ ഭൃഗ്വാദീനാമാത്മജാനാം ശുശ്രൂഷു സംശുശ്രൂഷതാം. ഈ സ്തോത്രം ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മദേവൻ്റെ ആജ്ഞാനുസരണം പ്രജകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ഭൃഗ്വാദികളായ ഞങ്ങൾക്ക് സാക്ഷാൽ ജ്ഞാനമൂർത്തിയായ ബ്രഹ്മദേവൻ ഉപദേശിച്ചതാകുന്നു. അതുകൊണ്ടാണ് പ്രജാവൃദ്ധിയെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും ഇതിനെ ഞാൻ ഉപദേശിച്ചത്. 41 ശ്ലോകം. തേ വയം നോദിതാ സർവേ പ്രജാസർഗേ പ്രജേശ്വരാഃ അനേന ദോസ്തതമസഃ ശുശ്രൂഷ്മോ വിവിധാ പ്രജാഃ. പ്രജകളെ വർദ്ധിപ്പിക്കണമെന്നുള്ള ബ്രഹ്മാജ്ഞയെ പരിപാലിക്കാൻ പുറപ്പെട്ട പ്രജാപതികളായ ഞങ്ങളെല്ലാവരും ഈ സ്തോത്രത്തിൻ്റെ നിരന്തര പഠന മാഹാത്മ്യത്താൽ പ്രജാസൃഷ്ടിയിൽ യാതൊരു തടസ്സവും നേരിടാത്തവരായിട്ട് നാനാവിധ പ്രജകളെ സൃഷ്ടിച്ചു. 42 ശ്ലോകം. അതേദം നിത്യദായുക്തോ ജപവന്നവഹിതഃ പുമാൻ അജിരാശ്രേയ ആപ്നോതി വാസുദേവപരായണഃ. ബ്രഹ്മദേവൻ ഞങ്ങൾക്കുപദേശിച്ചതും
അനുഭവരൂപേണ ബലം കാണപ്പെട്ടിരിക്കുന്നതുമായ ഈ സ്തോത്രത്തെ ഏതൊരു പുരുഷൻ ശ്രീ വാസുദേവനെ പരമാത്മാവായി കരുതി മനസ്സിനെ ചലിപ്പിക്കാതെ വിഷയാസക്തി കൂടാതെ നിരന്തരം ജപിക്കുന്നുവോ അവൻ ആഗ്രഹിക്കുന്ന പുരുഷാർത്ഥത്തെ കാലതാമസം കൂടാതെ പ്രാപിക്കും. 43 ശ്ലോകം. ശ്രേയസാമിഹ സർവേഷാം ജ്ഞാനം നിശ്രേയസം പരം സുഖം തരതി ദുഷ്പാരം ജ്ഞാനനൗർവ്യസനാർണവം. സകല ശ്രേയസ്സുകളിൽ വെച്ച് ശ്രേയസ് അറിവു തന്നെ. അറിവാകുന്ന കപ്പലിനെ ആശ്രയിച്ചവൻ കരകാൺമാൻ പ്രയാസമുള്ളതായ ദുഃഖസമുദ്രത്തെ കടക്കുന്നു. 44 ശ്ലോകം. യയിമം ശ്രദ്ധയായുക്തോ മദ്ഗീതം ഭഗവസ്തവം അതീയാനോ ദുരാരാധ്യം ഹരിമാരാധയത്യസൗ. എന്നാൽ ഗാനം ചെയ്യപ്പെട്ടതായ ഈ ഭഗവാന്റെ സ്തോത്രത്തെ ശ്രദ്ധയോടെ ആരാണോ പഠിച്ച് കീർത്തനം ചെയ്യുന്നത് അവൻ മറ്റു വിധത്തിൽ ആരാധിപ്പാൻ വളരെ പ്രയാസമുള്ള ശ്രീഹരിയെ സുഖമായിട്ട് ആരാധിക്കുന്നു. അതിനാൽ ഭഗവാൻ വേഗം പ്രസാദിക്കുന്നു. 45 ശ്ലോകം. വിന്ദതേ പുരുഷോ മുഷ്മാത് ഇദ്യദിത്യത്യസത്വരം മദ്ഗീതഗീതാത് സുപ്രീത ശ്രേയസാമൈകവല്ലഭാത്. എന്നാൽ ഗാനം ചെയ്യപ്പെട്ട സ്തോത്രത്താൽ സ്തുതിക്കപ്പെടുന്നവനും ഏറ്റവും സന്തുഷ്ടനും ശ്രേയസ്സുകളുടെ ഏകാശ്രയബോധനുമായ ഈ ദേവനിൽ നിന്ന് ഏതേതിനെ ഇച്ഛിക്കുന്നുവോ അതിനെ പ്രാപിക്കുന്നു. 46 ശ്ലോകം. ഇദം യകല്യ ഉത്തായ പ്രാഞ്ജലി ശ്രദ്ധയാന്വിതഃ ശൃണുയാശ്രാവയേൻ മർത്യോ മുച്യതേ കർമ്മബന്ധനൈഃ. പ്രാതകാലത്തിൽ എഴുന്നേറ്റ ശരീരശുദ്ധി ചെയ്ത് കൈകളെ യോജിപ്പിച്ച് ശിരസിൽ വെച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ഈ സ്തോത്രത്തെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്ന പുരുഷൻ കർമ്മരൂപങ്ങളായ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായി വരും. 47 ശ്ലോകം. ഗീതം മയേദം നരദേവനന്ദനാഃ പരസ്യ പുംസ പരമാത്മനസ്തവം ജപന്ത ഏകാഗ്രധിയസ്തവോ മഹശ്ചരധ്വമന്തേ തദ ആപ്സിദേപ്സിതം. ഹേ രാജകുമാരന്മാരെ, എല്ലാവരുടെയും ഹൃദയാന്തർഭാഗത്തിൽ അന്തര്യാമി രൂപേണ വസിച്ച് സർവ്വതും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരമപുരുഷനെക്കുറിച്ച് എന്നാൽ നിങ്ങൾക്കായി ഉപദേശിക്കപ്പെട്ട ഈ സ്തോത്രത്തെ ഭഗവാനിൽ തന്നെ അർപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടി ജപിച്ചുകൊണ്ട് മഹാതപസ്സു ചെയ്യുവിൻ. തപസ്സിൻ്റെ പരിഭാഗകാലത്തിൽ ആ ഭഗവാനിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സിദ്ധിക്കും. രുദ്രഗീതം അവസാനിച്ചു. ഹരി ഓം.